നമസ്കാരം, ഞാൻ നിതീഷ് പിഷാരത്ത്. വാസ്തു ദോഷ പരിഹാരാർത്ഥം വാസ്തുബലി കഴിക്കുക എന്ന് നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. എന്നാൽ അതേപോലെ തന്നെ പുതിയൊരു ഗ്രഹമോ അല്ലെങ്കിൽ ഒരു പുതിയൊരു ബിൽഡിംഗ് ഒക്കെ പണിത് കഴിയുമ്പോൾ വാസ്തുബലി കഴിക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഇത് എന്തിനാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് വാസ്തുബലി കഴിച്ചുകൊണ്ടാൽ ആ വാസ്തുദോഷങ്ങൾ പരിഹരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ആർക്കും വലിയ അറിവുണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു വാസ്തുബലി എന്ന് പറയുന്നത് ബ്രഹ്മാവിനെയും വാസ്തുപുരുഷനെയും പൂജിക്കുന്ന ഒരു പൂജയാണ് വാസ്തുബലി. അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ അത് തന്നെയാണ്. ബ്രഹ്മാവിന് മറ്റൊരു പൂജകളൊന്നും പറഞ്ഞു കേട്ട് ഒരു പരിചയം നമ്മുടെ ഇടയിൽ ആർക്കും ഉണ്ടാവില്ല. എന്നാൽ വാസ്തുബലിയിൽ പൂജിക്കുന്നത് ബ്രഹ്മാവിനെയാണ്. ആ ബ്രഹ്മാവിനെയാണ്, ആ വാസ്തുപുരുഷനെയുമാണ് ആവാഹിച്ച് പൂജിക്കുന്നത്. ആ ബ്രഹ്മാവിനെയും വാസ്തുപുരുഷനെയും പൂജിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ഭൂമിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ സാന്നിധ്യപ്പെട്ട് നിൽക്കുന്ന 52 ദേവതകളെ പൂജിച്ച് നിവേദ്യപ്രീതി വരുത്തുന്നതിനെയാണ് വാസ്തുബലി എന്ന് നമുക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് പറയാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാസ്തുബലിക്കൊരു പത്മമുണ്ട്. ആ പത്മത്തിന്റെ മധ്യത്തിലായിട്ട് വാസ്തുപുരുഷനെയും ബ്രഹ്മാവിനെയും ആവാഹിച്ച് പൂജിച്ച് നിവേദ്യാദി. ഇതിന്റെ നിവേദ്യം തന്നെ ഹവിസ് എന്ന് പറയുക, പടച്ചോറ് എന്ന് പറയും. വെള്ളമില്ലാത്തതായിരിക്കുന്ന വറ്റിയ ചോറ്, ഇതിനെയാണ് ഹവിസ്. ആ ഹവിസാണ് ഇതിന്റെ പ്രധാന നിവേദ്യം. അത് ഉരുളകളായി ഉരുട്ടി സമർപ്പിക്കുന്നതിനെയാണ് ആ വാസ്തു ബലി ചെയ്യുക എന്ന് പറയുക. അപ്പൊ അതില് ഈ 52 ദേവതകളെ ഓരോന്നായി പൂജിച്ച് നിവേദ്യാദികൾ ചെയ്ത് പ്രീതിപ്പെടുത്തുമ്പോൾ ആ വാസ്തുവിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതായിരിക്കുന്ന ഏത് വിധേനയിരിക്കുന്ന ദോഷങ്ങളുണ്ടെങ്കിലും ആ വാസ്തു പുരുഷന്റെയും ആ വാസ്തുവിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേവതകളുടെയും അനുഗ്രഹത്തോടു കൂടി ആ വാസ്തുദോഷം തീർന്നു കിട്ടുമെന്നാണ് നമ്മുടെ സങ്കല്പം. മറ്റൊരു പ്രത്യേകതയും കൂടി നമുക്കിതിന് പറയാനുണ്ട്. സാധാരണ ഏതൊരു പൂജ കഴിച്ചാലും പൂജ കഴിഞ്ഞതിന് ശേഷം ഏതൊരു പൂജയായിക്കോട്ടെ, ഒരു ഗണപതി ഹവനാവാം, ഭഗവതി സേവയാവാം, എന്തൊരു പൂജയായിക്കോട്ടെ, പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദേവതയെ ആവാഹനാനന്തരം ഉദ്വസനം എന്ന് പറയുന്ന ഒരു ക്രിയയുണ്ട്. അതായത് ആവാഹിച്ച് പൂജിച്ച് നിവേദ്യാദികളെല്ലാം ചെയ്തതിന് ശേഷം, പൂജയെല്ലാം മുഴുവിപ്പിച്ച് പ്രസന്ന പൂജ, കർപ്പൂരാരാധനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം, പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പത്മത്തിൽ നിന്ന്, പത്മമാവാം അല്ലെങ്കിൽ ഒരു വിളക്കാവാം, കലശമാവാം, പീഠമാവാം, അതിൽ നിന്ന് ഉദ്വസിക്കുന്ന ഒരു ക്രിയയുണ്ട്. എന്നാൽ വാസ്തുബലിക്ക് അങ്ങനെ ഒരു ഉദ്വസനം എന്ന് പറയുന്ന ക്രിയ ഇല്ല. അതിന്റെ പ്രധാന കാരണം, നമ്മൾ അവിടെ പൂജിച്ച് നിവേദ്യാദികൾ ചെയ്തതായിരിക്കുന്ന ദേവതകൾ ആ ഭൂമിയിൽ സ്ഥിരകാലമായി നിലനിൽക്കുന്നവരാണ്. ആ വാസ്തുപുരുഷനും ആ ഭൂമിയിൽ സ്ഥിരമായി നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വാസ്തുബലി കഴിഞ്ഞതിന് ശേഷം ഒരു ഉദ്വസനം എന്ന് പറയുന്ന ഒരു ക്രിയ ഇല്ലാത്തൊരു പൂജയും കൂടിയാണ് വാസ്തുബലി. അപ്പൊ അതൊക്കെ തന്നെയാണ് വാസ്തുബലിയുടെ പ്രാധാന്യം. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണമായി ഒരു ഗൃഹനിർമ്മാണാദി പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ ആ വാസ്തു ദേവതകളെ പ്രീതിപ്പെടുത്തുന്ന വാസ്തുബലി ചെയ്യുന്നത് എല്ലാം കൊണ്ടും ഉത്തമമായിരിക്കും.